പരമഭക്തനായിട്ടുള്ള മഹാമാന്ത്രികനായിട്ടുള്ള പുളിയാമ്പുള്ളി നമ്പൂതിരിച്ചന് വേണ്ടിയിട്ട്, ആ ഭക്തന് വേണ്ടിയിട്ട് അമ്മ സ്വന്തം കർണകുണ്ടലങ്ങൾ ഉയർത്തി അമ്മ പ്രത്യക്ഷമൂർത്തിയായിക്കൊണ്ട് എപ്പോഴും നിറസാന്നിധ്യത്തോടുകൂടി അദ്ദേഹത്തിന്റെ കൂടെ വിരാജിച്ചിരുന്നതാണ്. നമുക്ക് ഈ ജീവിതമാകുന്ന പന്ഥാവില് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം നീങ്ങുന്നതിനായിട്ട് അമ്മയുടെ അനുഗ്രഹം നമുക്ക് നിറസാന്നിധ്യമായി നമ്മളിൽ വേണം. അമ്മയെ ആശ്രയിച്ച് വരുന്നവർക്ക് പൂർണ്ണമായ ഒരു നിറവുണ്ടാകുന്നുണ്ടോ, മനസ്സിന് ശാന്തി ഉണ്ടാകുന്നുണ്ടോ, അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന ആ കാര്യങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്ക് പ്രധാനം. പല ക്ഷേത്രങ്ങളും പല സ്ഥലങ്ങളിലും പോയി പൂജയും വഴിപാടുകളും ഒക്കെ മഹത്തായ പല ക്ഷേത്രങ്ങളിലും പോയി ചെയ്തിട്ടും പൂർണ്ണമായ ഒരു ഫലം കിട്ടാത്ത ലാസ്റ്റാണ് നമുക്ക് പലപ്പോഴും ഇവിടെ എത്തിച്ചേരുന്നത്. അപ്പൊ ഇവിടെ വന്ന് ആശ്രയിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ അനുഭവം വെച്ച് പൂർണ്ണമായും എന്തു തന്നെയായാലും രോഗാതുരിതമാകട്ടെ, കുട്ടികൾ സന്താന ദുരിതമാകട്ടെ, മറ്റ് ശത്രുദോഷങ്ങള്, ആഭിചാരദോഷങ്ങള്, ദൃഷ്ടിദോഷങ്ങള്, പിന്നെ കർമ്മ തടസ്സങ്ങള്, വിദേശത്തേക്ക് പോകുന്നതിനായിട്ടുള്ള തടസ്സങ്ങള്, അങ്ങനെ നമ്മൾ എന്തു തന്നെയായാലും ജീവിതത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സമാധാനം കെടുത്തുന്ന ഏതു തരത്തിലുള്ള ഒരു വിഷയമായാലും അതിനെല്ലാം പരിഹരിച്ചുകൊണ്ട് അമ്മ നമ്മളെ പൂർണ്ണമായും അനുഗ്രഹിക്കുന്ന ഒരു അനുഭവമാണ് എൻ്റെ ഇത്രയും നാളത്തെ ഒരു ജീവിതത്തിൽ നമുക്ക് കിട്ടില്ല. വരുന്ന ഭക്തനെ അമ്മയുടെ ആ സൂക്ഷ്മമായ ഒരു ചൈതന്യം നമ്മളിലേക്ക് വന്ന് അതിന് ഒരു കൃത്യമായ ഒരു സൊല്യൂഷൻ, എല്ലാ വഴികളും അടഞ്ഞുപോയ ഒരാൾക്ക് ഒരു ഒട്ടുസൂചി കൊണ്ടാണെങ്കിലും ഒരു ഓട്ടയിട്ട് അവനൊരു പ്രകാശം പരത്തി അതിലൂടെ മുന്നോട്ട് പോകുന്നതിനായിട്ടുള്ള ഒരു പ്രാണശക്തി അവനിലേക്ക് കൊടുക്കുന്നതായിട്ട് ഇവിടെ കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ വളരെ കുറച്ച് ജ്യോതിഷന്മാരും മറ്റുള്ളവരും പറഞ്ഞും കേട്ടും വരുന്നവരും മാത്രമാണ് നമുക്ക് ഇവിടെ എത്തുന്നത്. ഈ അനുഭവം നമുക്ക് എല്ലാവരിലേക്കും എത്തിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇങ്ങനെയുള്ള ഒരു ഉദ്യമം നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൂടെയും അല്ലെങ്കിൽ നമ്മൾ നവമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ പ്രചരിപ്പിക്കും. കാരണം ഈ ലോകത്ത് ഒരുപാട് തരത്തിലുള്ള മാനസിക ക്ലേശങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ കൊണ്ട് വളരെ ബുദ്ധിമുട്ടുന്നവരുണ്ട്. അവർക്ക് എല്ലാവർക്കും നമുക്കൊരു ഈ അമ്മ ആശ്രയമാകണം. അമ്മയുടെ മക്കളാണ് എല്ലാവരും. പ്രപഞ്ചത്തിലും സർവ്വ ചരാചരങ്ങളിലും അമ്മ നിറഞ്ഞു നിൽക്കുന്നു. ആ അമ്മയുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നമുക്കൊരു അനുഗ്രഹം, നമുക്ക് അതിലേക്ക് വന്ന് അമ്മയുടെ ആ അനുഗ്രഹം സ്വീകരിക്കാനായിട്ട് നമുക്ക് ഇത് എല്ലാവരിലേക്കും എത്തട്ടെ എന്നുള്ളൊരു സാന്നിധ്യത്തോടെ. പിന്നെ അമ്മയുടെ നിർദ്ദേശപ്രകാരം പ്രധാനമായും നമ്മൾ ഇപ്പോൾ ഇവിടെ വന്ന് ആശ്രയിച്ച് വഴിപാടൊക്കെ ചെയ്തു പോകുമ്പോൾ അവർക്ക് ആ ദുരിതങ്ങളൊക്കെ നീങ്ങി അവർക്ക് കൃത്യമായ ഒരു പന്ഥാവിൽ സഞ്ചരിക്കാൻ സാധിക്കും. പക്ഷെ പലപ്പോഴും അത് നിലനിർത്താൻ ആൾക്കാർക്ക് സാധിക്കാറില്ല. നമ്മൾ ഇവിടുന്ന് സ്വീകരിച്ചു കൊണ്ടുപോകുന്ന പോസിറ്റീവ് എനർജീനെ നമുക്ക് നിലനിർത്താൻ സാധിച്ചില്ലെങ്കിൽ നമുക്കത് വീണ്ടും നെഗറ്റീവിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതിനൊരു സൊല്യൂഷൻ നമുക്ക് വേണം. അപ്പൊ അതിനായിട്ടാണ് അമ്മയുടെ നിർദ്ദേശപ്രകാരം അമ്മ മനസ്സിൽ തോന്നി ഇവിടെ നമ്മൾ ചെയ്ത് ഫലവത്തായ ഒരു കാര്യം എല്ലാവരുടെയും നിർദ്ദേശപ്രകാരം നമ്മളതൊരു രീതിയിൽ ചെയ്യുന്നുണ്ട്.